പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മണിക്കൂറിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണ വചനം ഇങ്ങനെയാണ്. പഴയ നിയമത്തിലെ ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദൈവം ജോബെന്ന് പറയുന്ന വ്യക്തിക്കും അവൻ്റെ കുടുംബത്തിനും സമ്പത്തിനും എല്ലാത്തിനും ചുറ്റും ഒരു വേലി കെട്ടി സംരക്ഷണം ഉറപ്പിച്ചെന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ സംരക്ഷണം ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും കുടുംബത്തിലേക്കും നിങ്ങളുടെ ജീവിത വരുമാന മാർഗത്തിലേക്കും ഈ സംരക്ഷണ വേലി ഇപ്പോൾ പണിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവെ വളരെ ശക്തമായി ഒരു കുടുംബത്തിലേക്ക് പ്രവർത്തിക്കണമേ. ഏതെങ്കിലും മേഖലകളിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന വേലി പൊളിഞ്ഞുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് പുതുക്കി പണിയാൻ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം കുടുംബങ്ങളിൽ ഇപ്പോൾ സ്ഥാപിക്കപ്പെടട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ കുടുംബത്തെക്കുറിച്ച് തിരുവചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ജോബിനും അവൻ്റെ കുടുംബത്തിനും വസ്തുവകകൾക്കും അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾക്കും ചുറ്റും ദൈവം ഒരു സംരക്ഷണ വേലി ഒരുക്കി ആ കുടുംബത്തെ കാത്തുപരിപാലിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിനൊക്കെ അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഒരു മേഖലയാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ഇപ്രകാരം ഒരുക്കപ്പെടുക എന്നുള്ളത്. ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിലെ മറ്റൊരു വ്യക്തിയെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിശ്ചയമായും യാക്കോബിൻ്റെ അമ്മയെ നമുക്ക് മറക്കാനാവുമോ? യാക്കോബിൻ്റെ അമ്മയാണ് യാക്കോബിൻ്റെ ജീവിതത്തിലെ ശിക്ഷണം നൽകി, അതോടൊപ്പം തന്നെ അമിതമായ വാത്സല്യം നൽകി യാക്കോബിനെ വളർച്ചയുടെ ഒരു പാതയിൽ കൂടെ നിന്നത്. അതുകൊണ്ട് ഈ ആത്മീയ മണിക്കൂറിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണ വേലി ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പക്ഷപാതം കാണിച്ച് നിൻ്റെ കുടുംബാംഗങ്ങളെ നീ വ്യത്യസ്ത രീതികളിൽ സ്നേഹിക്കരുത്, ലാളിക്കരുത്. യാക്കോബിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം, യാക്കോബിൻ്റെ സഹോദരനായ ഏസാവിന് ലഭിക്കേണ്ടിയിരുന്ന അനുഗ്രഹം മുഴുവൻ ഈ യാക്കോബിലേക്ക് സ്വീകരിക്കാൻ നിമിത്തമായി നിൽക്കുന്നത് യാക്കോബിൻ്റെ അമ്മയായ റബേക്കയാണ്. റബേക്ക ഈ രണ്ടു മക്കളെയും രണ്ടു തരത്തിലാണ് സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനമാണ്. നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു എന്നാണ് വചനം. പക്ഷപാതപരമായി സ്നേഹിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണ വേലി, ആ കുടുംബത്തിൻ്റെ അനുഗ്രഹം, ഇത് മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് തിരുവചനം നമുക്ക് നൽകുന്ന ഒരു മേഖലയാണ്. നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നീ പക്ഷപാതപരമായി സ്നേഹിക്കരുത്. അപ്രകാരം സ്നേഹിക്കുമ്പോൾ നിനക്ക് നഷ്ടമാവുന്ന ചില മേഖലകളുണ്ട്. ചില മേഖലകളിലെ വേലി, സംരക്ഷണ ഭിത്തി അടർന്നു പോകും എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ യാക്കോബിന് അനുഗ്രഹം എന്ന് പറഞ്ഞ് ഇതാ തിരുവചനം നമ്മുടെ മുമ്പിൽ ചില മേഖലകൾ തുറക്കുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട 1-2 തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം: പിതാവ് എന്നെ തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക? അവൻ്റെ അമ്മ പറഞ്ഞു, ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക, പോയി അവ കൊണ്ടുവരിക. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവൾ അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി. അവൾ മൂത്ത മകൻ ഏസാവിൻ്റേതായി തൻ്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻതോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മെനസുമുള്ള ഭാഗവും മൂടി പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. യാക്കോബിൻ്റെ അമ്മ റബേക്ക.
റബേക്ക ഈ രണ്ട് മക്കളേ ഉള്ളൂ, രണ്ട് മക്കളെയും പക്ഷപാതപരമായി സ്നേഹിച്ചു. ഇളയവനായ യാക്കോബിനോട് ഈ റബേക്കയ്ക്ക് സ്നേഹം കൂടുതലായിരുന്നു. ഈ ആത്മീയ മണിക്കൂറിൽ എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവചനം നൽകുന്ന വലിയൊരു സന്ദേശം നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെ പക്ഷപാതപരമായി സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചാൽ നാളുകളിൽ നിങ്ങളുടെ കുടുംബത്തിൽ കണ്ണുനീര് പൊഴിയേണ്ടി വരും. നമുക്കറിയാമല്ലോ, ഏസാവിനാണ് അനുഗ്രഹം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഏസാവിൻ്റെ അനുഗ്രഹമാണ് യാക്കോബ് തട്ടിയെടുത്തത്. ഒരു പാത്രം പായസത്തിൻ്റെ മുമ്പിൽ ഈ ഏസാവിൻ്റെ അനുഗ്രഹം മുഴുവൻ നഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. അതെന്താണ്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം. സത്യത്തിൽ ആരുടെ പേരാണ് വരേണ്ടിയിരുന്നത്? ഏസാവിൻ്റെ പേരാണ്. ഈ ഏസാവിൻ്റെ പേര് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം അവൻ്റെ അമ്മ അവനേക്കാൾ അധികമായി യാക്കോബിനെ സ്നേഹിച്ചു. ഇന്ന് അനേക കുടുംബങ്ങളിൽ മക്കളുടെ കണ്ണുനീരിന് കാരണം മക്കളെ പക്ഷപാതപരമായി അമ്മമാരോ അപ്പന്മാരോ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ? ഞാനിത് പറയുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും അടച്ചാക്ഷേപിക്കുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കണം. ചില കുടുംബങ്ങളിൽ കൗൺസിലിംഗ് വേദികളിൽ കേട്ടിട്ടുള്ള കാര്യം, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യം, അനേക മക്കൾ കണ്ണുനീരോടെ പറയുന്നു, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ അനുജത്തിയാണ് ഇഷ്ടം, എൻ്റെ ചേട്ടനെയാണ് ഇഷ്ടം, എന്നെ ഇഷ്ടമല്ല. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ പണ്ടത്തെ പോലെ 10, 7, 5, 4 മക്കളില്ല. 1, 1.5, 2 ഇതാണ് ഉള്ളത്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ ഉള്ളെങ്കിലും ഈ 2 കുഞ്ഞുങ്ങളെ വേണ്ടത്ര രീതിയിൽ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുഞ്ഞുങ്ങളിൽ അസ്വസ്ഥത ജനിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞാണ് ആ കുടുംബത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. ആ കുഞ്ഞാണ് ആ കുടുംബത്തെ ഭരിക്കുന്നത്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതാ എനിക്ക് ശേഷം വേറൊരാൾ വന്നിരിക്കുന്നു. അപ്പൻ്റെയും അമ്മയുടെ ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് മാറി. സ്വാഭാവികമായും മൂത്ത കുട്ടിയുടെയുള്ള ശ്രദ്ധ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ ആ ഇളയ കുട്ടിയോട് അസ്വസ്ഥത, അസൂയ എല്ലാം വർദ്ധിക്കാൻ തുടങ്ങും. വേണ്ടത്ര രീതിയിൽ അതിന് സ്നേഹവും വാത്സല്യവും ലഭിച്ചില്ലെങ്കിൽ ഈ ഇളയ വന്ന കുട്ടിയോട് മൂത്ത കുട്ടിക്ക് അസൂയ വർദ്ധിച്ച് അത് അപകടകരമാം വിധമാവാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇപ്രകാരമുള്ള ചില സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നേക്കാളധികം എൻ്റെ സഹോദരനെ സ്നേഹിച്ചു, എൻ്റെ സഹോദരിയെ സ്നേഹിച്ചു, എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വേണ്ട. ഇനി അപ്പനും അമ്മേനെയും വിളിച്ചേ, എന്നിട്ട് അവരോട് ചോദിക്ക്, ഇതാ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇത് ശരിയാണോ? ഉടനെ തന്നെ അവർ പറയും, അയ്യോ എൻ്റെ മക്കളെ 2 പേരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. പക്ഷേ ഇതാ മക്കൾക്ക് അനുഭവപ്പെടുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മക്കളെ പക്ഷപാതപരമായി നിങ്ങൾ സ്നേഹിക്കരുത്. അത് അപകടമുണ്ടാക്കും. ചിലപ്പോൾ ചില കഴിവ് കൂടിക്കഴിയുമ്പോൾ മക്കളെക്കുറിച്ച് അമ്മമാർക്ക് അപ്പന്മാർക്ക് അഭിമാനമുണ്ടാവുകയും കഴിവ് കൂടിയ കുഞ്ഞുങ്ങൾ, അത് പഠിക്കാനാവാം മറ്റു പല കാര്യങ്ങളിലുമാവാം, അവരെ ചേർത്ത് നിർത്തി ഇതെൻ്റെ കുഞ്ഞ്, പഠിക്കാത്ത കുട്ടി ഇതെൻ്റേതല്ല എന്ന് പറയുന്നൊരു സ്വഭാവവും ഉണ്ടാവാം. ഞാനൊരു വീട്ടിൽ ഒരു സംസാര മധ്യേ അപ്പനമ്മ അവരുടെ 2 ആൺകുട്ടികൾ 2 പേരും അൾത്താര ശുശ്രൂഷകരാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ ഇളയ കുട്ടിയെ ചേർത്ത് നിർത്തി മാറോട് ചേർത്തിട്ട് പറഞ്ഞു, അച്ഛാ ഇവനെ കണ്ടില്ലേ, ഇവൻ മിടുക്കനാണ്, എൻ്റെ മോനാ. മൂത്തവൻ അവനെ തള്ളി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ദേ ഇത് ഇതിയാൻ്റെ മോനാ, ഒന്നും പഠിക്കുകയല്ല, മണ്ടനാണ്, മണ്ടൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയം, ഈ സംഭവം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനാണ്. പഠിക്കുന്ന കുട്ടി മാത്രം നിങ്ങളുടെ മകനാവുകയും പഠിക്കാത്ത കുട്ടി എങ്ങനെയാണ് അത് അതിയാൻ്റെ അല്ലെങ്കിൽ അത് അവളുടെ മകനും മകളുമായി തീരുന്നത്? അങ്ങനെയാവും? ഈ 2 കുട്ടികളും ഒന്നല്ലേ? ഈ 2 കുട്ടികളും നിങ്ങളുടെ കുടുംബത്തിലെ അല്ലേ? നിങ്ങളുടെ മാംസമാണ്, നിങ്ങളുടെ ബുദ്ധിയാണ്. അപ്പോൾ 2 കുട്ടികളെയും ഒരുപോലെ പരിഗണിച്ചില്ലെങ്കിൽ അവർ തമ്മിൽ അത് തിന്മയ്ക്ക് അത് ഇടവരുത്തുമെന്നുള്ളത് വചനം നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിച്ചത്, നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. പാപം ചെയ്യുമ്പോൾ പിശാച് പുറത്തു വരും, പിശാച് അവൻ്റെ ശക്തി അവിടെ പ്രകടിപ്പിക്കും. പ്രിയപ്പെട്ടവരെ,
പക്ഷപാതപരമായി കുടുംബാംഗങ്ങളെ നിങ്ങൾ കണക്കാക്കരുത്. അങ്ങനെ ചെയ്താൽ സ്നേഹം നഷ്ടപ്പെടും, തിന്മ അവിടെ കടന്നു വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങളൊരു കുട്ടിയെ നോക്കിയിട്ട്, നിങ്ങളുടെ മകനോ മകളോ ആരെങ്കിലും, നീ അവനെ നോക്ക്, അവൻ നന്നായിട്ട് പഠിക്കുന്നില്ല, അവളെ നോക്ക്, അവൾ നന്നായിട്ട് പഠിക്കുന്നില്ല, നീ മണ്ടനാണ് എന്ന് പറഞ്ഞാൽ, ആ മണ്ടനാണെന്ന് നിങ്ങൾക്ക് കോപം വന്നിട്ട് വാശി വന്നിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത് കേൾക്കുന്ന കുട്ടിയുടെ തലയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടും. ഞാൻ മണ്ടനാണ്, ഞാൻ മണ്ടിയാണ്. പിന്നെന്ത് സംഭവിക്കും? ആ കുട്ടിയുടെ തലയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പഠിക്കാനുള്ള സകല ശക്തിയും ആ കുട്ടിക്ക് നഷ്ടപ്പെടും. പഠിക്കാൻ വേണ്ടി പുസ്തകം കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തുറക്കുമ്പോൾ ഒന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം എന്താണ്? അപ്പൻ എന്നോട് പറഞ്ഞു ഞാൻ മണ്ടനാണ്, ഞാൻ മണ്ടിയാണ്. അമ്മ എന്നോട് പറഞ്ഞു ഞാൻ മണ്ടനാണ്, മണ്ടിയാണ്, എനിക്ക് പഠിക്കാൻ കഴിവില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ വായിൽ നിന്ന് മോശപ്പെട്ട തരത്തിൽ, മക്കളെ താഴ്ത്തുന്ന തരത്തിൽ വായിൽ നിന്ന് വാക്കുകൾ വീഴല്ലേ. അത് കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞുങ്ങളുടെ തലയിൽ അത് കിടക്കും. കഴിഞ്ഞ നാളിൽ ഒരമ്മ മകളെയും കൂട്ടിക്കൊണ്ടുവന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ മോള് അവൾ സ്കൂളിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല, പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നിനോട് താല്പര്യമില്ല, എപ്പോഴും മുറിയിൽ അടച്ചിരിക്കും. 8ാം ക്ലാസ് കഴിഞ്ഞതാ. ഞാനപ്പോൾ ആ മകളോട് ചോദിച്ചു, എൻ്റെ പൊന്ന് സഹോദരി, എന്താ ക്ലാസ്സിൽ പോകാത്തെ? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പഠിക്കാൻ കഴിവില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, ആരാ മോളോട് പറഞ്ഞ മോൾക്ക് പഠിക്കാൻ കഴിവില്ലെന്ന്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് പഠിക്കാൻ കഴിവില്ല, എനിക്കൊന്നും ഓർമ്മയിലിരിക്കത്തില്ല, ഈ ക്ലാസ്സിൽ പോയാൽ തന്നെ എല്ലാവരും കളിയാക്കുക, എനിക്കൊന്നും പഠിക്കാൻ പറ്റണില്ല. ഞാൻ സംസാരിച്ച് വന്നപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു ഉള്ളിലെ വേദന പുറത്തു വന്നു. അതെന്താണെന്നറിയോ? ഇവളുടെ അപ്പന് ആഗ്രഹം ഒരു ആൺകുട്ടിയായിരുന്നു, പക്ഷെ ജനിച്ചപ്പോൾ ഒരു പെൺകുട്ടിയായിപ്പോയി. അപ്പോൾ ഈ അപ്പന് എപ്പോഴും ഈ പെൺകുട്ടിയോട് അരിശവും ദേഷ്യവുമാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പറയും, നീ ഒരു പെണ്ണല്ലേ, നീ എന്താവാനാ, നീ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ആർ യൂസ്ലെസ്. ഈ കുട്ടി അപ്പനിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നീ നല്ലവളാണെന്നുള്ളതല്ല, യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ആർ യൂസ്ലെസ്. നിന്നെ ഒന്നിനും കൊള്ളില്ല, പഠിച്ചിട്ട് കാര്യമില്ല, നീ ഒരു പെണ്ണല്ലേ. ഈ കുട്ടി പഠിക്കാൻ പുസ്തകം തുറന്നിരിക്കുമ്പോൾ ആ കുട്ടിയുടെ തലയിൽ അപ്പൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുക തലയ്ക്കകത്ത്. പുസ്തകം തുറന്നിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ആർ യൂസ്ലെസ്. ഒന്നിനും കൊള്ളില്ല. പഠിച്ചാൽ പിന്നെ തലയിലിരിക്കുമോ? പഠനകാര്യങ്ങളോട് താല്പര്യമുണ്ടോ? ഒന്നിനോടും താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ പെൺകുട്ടിയുടെ അവസ്ഥ. ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ മനോഹരമായൊരു തിരുവചനം, അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 4-5 തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ആ മകളോട് പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചേ, നീ വായിച്ചേ, നിന്നോട് നിൻ്റെ ദൈവം, നിൻ്റെ സൃഷ്ടികർത്താവ് പറയുകയാണ്, നീ വിലപ്പെട്ട കുഞ്ഞാണ്, നീ അമൂല്യയാണ്, ദൈവത്തിന് നിന്നെ സ്നേഹമാണ്, നീ ഭയപ്പെടേണ്ട. ഞാനിത് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവണില്ല. കാരണം അവൾ ഇത്രയും നാളും കേട്ടിട്ടുള്ളത്, ഐ ആം ഗുഡ് ഫോർ നത്തിങ്, ഐ ആം യൂസ്ലെസ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു പെണ്ണാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല. എന്നാൽ തിരുവചനം പഠിപ്പിച്ചു, നീ വിലപ്പെട്ടവളാണ്, നീ അമൂല്യയാണ്, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, ഈ ഭൂമിയിൽ നിൻ്റെ അപ്പനായ വ്യക്തി നിന്നോട് പറഞ്ഞതിനേക്കാളും അപ്പുറം നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഒരാളുണ്ട്, നിൻ്റെ ദൈവമുണ്ട്. നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളുള്ള നിൻ്റെ ദൈവം നിന്നോട് പറയാണ്, നിന്നെ എനിക്കാവശ്യമുണ്ട്, നീ അമൂല്യയാണ്. ഈ നിൻ്റെ അപ്പൻ നിന്നോട് എന്തെല്ലാം പറഞ്ഞു എന്നുള്ളതല്ല, അതിനപ്പുറം നിന്നെക്കുറിച്ച് സ്വപ്നങ്ങളുള്ള, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞുവെന്ന് ജെറമ്യ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്ന ദൈവം നിന്നോട് പറയുന്നു, നീ വിലപ്പെട്ട വ്യക്തിയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു അവളുടെ ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്.
അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യം ലഭിക്കുന്നു, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ. ഞാൻ പറഞ്ഞു, ഈ വചനം നീ കാണാതെ പറയണം, പലതവണ ആവർത്തിച്ച് പറഞ്ഞ് നീ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. നീ ഏതൊരു സംഭവത്തിൻ്റെ മുമ്പിലും, പഠിക്കാൻ പുസ്തകത്തിൻ്റെ മുമ്പിലിരുന്നാലും നീ പറയണം, ഞാൻ വിലപ്പെട്ടവളാണ്, ഞാൻ അമൂല്യയാണ്, എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. എൻ്റെ അപ്പൻ എന്തു പറഞ്ഞെന്നോ എൻ്റെ അമ്മ എന്തു പറഞ്ഞെന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ദൈവം, എൻ്റെ സൃഷ്ടികർത്താവ്, സ്വർഗീയ പിതാവ് എന്തു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം ആവർത്തിച്ചു പറയുന്നതനുസരിച്ച് അവളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. പഠിക്കാൻ, ജീവിക്കാൻ ഒരാഗ്രഹം കിട്ടി. അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അവൾ മിടുക്കിയായി. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ എന്തെങ്കിലും സംസാരം, അതിലൊരു പക്ഷെ ചെറുപ്പത്തിൽ കളിയാക്കിയിട്ടാണെങ്കിൽ പോലും, നിന്നെ കൊള്ളത്തില്ല, നീ മണ്ടനാണ്, മണ്ടിയാണ് തുടങ്ങി ഏതെങ്കിലും തരത്തിൽ നിന്നെ ഇടിച്ചു താഴ്ത്തുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ, ഏതെങ്കിലും പ്രസ്താവനകൾ തലയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നടക്കുന്നെങ്കിൽ, ഇതാ നിൻ്റെ കർത്താവ് നിന്നോട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, നീ അങ്ങനെ ഇടിച്ചു താഴ്ത്തപ്പെട്ടവനായിട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല, മറിച്ച് നിന്നെക്കുറിച്ച് നിൻ്റെ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, നീ വിലപ്പെട്ട വ്യക്തിയാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം സാവധാനം നീ എടുത്തു വായിക്കുക. നിൻ്റെ ദൈവം നിന്നോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ പലതരത്തിൽ പല രീതികളിൽ നമ്മളോട് സംസാരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ നീ അതിന് വേണ്ടത്ര രീതിയിൽ പരിഗണന കൊടുത്താൽ മതി. ഒരു പരിധിക്കപ്പുറം നീ പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യർ പറഞ്ഞ കാര്യങ്ങൾ നിൻ്റെ തലയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും നിന്നെ ജീവിതത്തിൽ പുറകോട്ട് വലിക്കുകയും ചെയ്യും. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നുള്ളത് നിൻ്റെ തലയിൽ കൊണ്ട് നടന്ന് മറ്റുള്ളവരുടെ തലയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിൻ്റെ ജീവിതം കൊടുത്ത് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. നിനക്കെപ്പോഴും ഒരു സ്വപ്നമുണ്ടായിരിക്കേണ്ടത്, എൻ്റെ ദൈവം എന്ത് കാണുന്നു, എൻ്റെ ദൈവം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കാണുന്ന സ്വപ്നം, ദൈവം കാണുന്ന പ്രതീക്ഷ, അതാണ് പ്രധാനപ്പെട്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ നിന്നെക്കുറിച്ച് കണക്കാക്കുന്ന കാര്യങ്ങളുടെ മുമ്പിൽ നിൻ്റെ തല വെച്ച് നിൻ്റെ ജീവിതം നീ നശിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഞാനിത് പറയുന്നത് ഏതെങ്കിലും കുടുംബങ്ങളിൽ ഏതെങ്കിലും മക്കൾ പക്ഷപാതപരമായി പെരുമാറ്റപ്പെട്ട് സങ്കടപ്പെട്ട് ഇനി എന്നെ ആർക്കും വേണ്ടല്ലോ, എൻ്റെ ജീവിതം തീർന്നല്ലോ എന്ന് കരുതുന്നുണ്ടെങ്കിൽ, എഴുന്നേൽക്കാനുള്ള, ഉണരാനുള്ള ഒരു വചനത്തിൻ്റെ അഭിഷേകമാണ്. നിൻ്റെ കർത്താവിന് നിന്നെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. നീ അമൂല്യയാണ്, അമൂല്യനാണ്. നീ ജീവിതത്തിൽ കഴുകനെപ്പോലെ ചിറകടിച്ച് പറന്നുയരേണ്ട വ്യക്തിയാണ്. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, നീ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ഈ അഭിഷേകത്തോടെ കൂടെ പെരുമാറണം. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ മിക്കവാറും തന്നെ രണ്ടും രണ്ട് ടൈപ്പായിരിക്കും. ഒന്ന് പള്ളിയിൽ പോകും, ഒന്ന് പള്ളിയിൽ പോകത്തില്ല. ഒന്ന് സ്കൂളിൽ പോകും, മറ്റൊന്ന് സ്കൂളിൽ പോവില്ല. ഒന്ന് നന്നായിട്ട് ആ കഴിവുകളുണ്ടാവും, മറ്റേ കുട്ടിക്ക് മറ്റു കഴിവുകളുണ്ടാവും. ഒരുപോലെയുള്ള മക്കളുണ്ടാവുമോ? ഒന്നിനോട് ചേർന്നിരിക്കുമോ? ഉണ്ടാവില്ല. അത് ഭാര്യയും ഭർത്താവിനെയും പോലെയൊക്കെ തന്നെയായിരിക്കും. ഏത് ഭാര്യയും ഭർത്താവുക ഒരേ സ്വഭാവങ്ങളുള്ളവർ വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. മക്കളെ ദൈവം നൽകുമ്പോഴും അപ്രകാരം തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരാളെ കണ്ടിട്ട് ഇതുപോലെ തന്നെ ആകണം മറ്റുള്ള വ്യക്തി എന്ന് നീ പ്രതീക്ഷിക്കരുത്. ഒരു വ്യക്തി പഠിച്ച്, നിൻ്റെ മകനോ മകളോ പഠിച്ച് ഡോക്ടറാവുന്നു, ഉടനെ തന്നെ നീ അടുത്ത കുട്ടിയെയും പഠിപ്പിച്ച് ഡോക്ടറാവാൻ വേണ്ടി നീ ശ്രമിക്കുന്നു. ഈ അടുത്ത നാളിൽ ഒരു കുടുംബത്തിൻ്റെ സങ്കടം എന്താണെന്നറിയോ? എനിക്ക് പരിചയമുള്ള മകനാണ്, ചെറുപ്പക്കാരൻ. അവൻ്റെ പഠനമൊക്കെ ഇതാ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം ഇവനെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം. ഞാൻ ചോദിച്ചു, ഇവന് ഡോക്ടറാവാനുള്ള താല്പര്യമില്ല, അതിനുള്ള പഠിക്കാനുള്ള ബുദ്ധിശക്തിയില്ല, എന്നാൽ മിടുക്കൻ ചെറുക്കൻ മറ്റു പല കഴിവുകളുണ്ട്. ഞാൻ ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, പ്രത്യേകിച്ച് അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഇവനെ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഇടാം. അപ്പനും അമ്മയെ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവും, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും തന്നെ ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ തത്തുല്യമായ തസ്തികകൾ വഹിക്കുന്നവരാണ്, ഞങ്ങൾ ഉയർന്ന നിലവാരമുള്ളവരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകന് അങ്ങനെ പഠിക്കാനുള്ള കഴിവില്ല, എന്നാൽ അവൻ മോശമല്ല, അവൻ മറ്റു പല കഴിവുകളുണ്ട്, ഈ കഴിവില്ലെന്നേ ഉള്ളൂ.
അപ്പനും അമ്മയെ സമ്മതിക്കുന്നില്ല. ഇവനാണ് മിണ്ടുന്നുമില്ല. എന്തു പറയേണ്ടു, കഷ്ടകാലം. ഇതിനെ പിടിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കോളേജിൽ കൊണ്ട് ചേർത്തു, ഡോക്ടറാവാൻ. ഈ കുട്ടി കടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ്സിൽ പോകുന്നില്ല. ഇവൻ ആരോടും പറയാൻ പറ്റുന്നില്ല. ശാരീരിക രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഇവന് ഇഷ്ടമല്ല. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അപ്പനും അമ്മയും കൂടെ ഈ കുട്ടിയെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ കണ്ടറിഞ്ഞ് അവരെ വളർത്തണം. ആ കുഞ്ഞുങ്ങൾക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നതിന് മുമ്പേ നീ എങ്ങനെ ആ കുട്ടിയെ എഞ്ചിനീയർ ആക്കണമെന്നും ഡോക്ടറാക്കണമെന്നും തീരുമാനിച്ചു. ആ കുട്ടിയുടെ സ്വപ്നങ്ങളും കഴിവുകളും താല്പര്യങ്ങളും പരിഗണിച്ച് ആ കുട്ടിക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണ്ടേ? അല്ലാതെ നിന്റെ തലയിലുള്ള സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ സ്വഭാവ രീതികൾക്കനുസരിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുമ്പോൾ റബേക്ക എന്ന് പറയുന്ന ഒരു അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ദുരന്തത്തിൻ്റെ മേഖലയാണ് ഓർമ്മപ്പെടുത്തുന്നത്. മക്കളെ പക്ഷപാതപരമായി സ്നേഹിക്കരുത്. ഒന്ന് മറ്റൊന്നിനോട് വ്യത്യസ്തതകളുണ്ടെങ്കിൽ അവരെ രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഒരു കുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ അല്പം കൂടെ ശ്രദ്ധ കൊടുക്കണം. എങ്ങനെ? ആ കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ വേണ്ടത്ര താല്പര്യങ്ങൾ കൊടുക്കണം. നമുക്കറിയാമല്ലോ, നമുക്കൊരു കൊച്ചിന് പനി വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ പരിഗണിക്കുന്ന പോലെയല്ല, പനി വന്ന കുട്ടിയെ നമ്മൾ അല്പം കൂടെ സ്നേഹപൂർവ്വം പെരുമാറും, കെയറിയും എന്നതുപോലെ തന്നെ ഒരു കുട്ടി അല്പം കുറവുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി അല്പം കൂടെ പരിഗണിച്ച് മറ്റു കുട്ടികളുടെ അത്രയും വളർത്താനുള്ള ഒരു ശേഷി. പക്ഷപാതപരമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ മാത്രം ശ്രദ്ധിക്കും, മറ്റൊന്ന് കൈമോശം വരും. ഒരുപക്ഷെ പലരുടെ കുടുംബങ്ങളിൽ എന്ത് സംഭവിച്ചു? ആരെയാണോ കൂടുതൽ സ്നേഹിച്ചത് ആ സ്നേഹിച്ചവർ കൈവിട്ടു പോവുകയും അക്കാലം അത്രയും ശ്രദ്ധിക്കാതെ മാറ്റിയിട്ടിരുന്നവരാണ് ഇന്ന് പല മാതാപിതാക്കളെയും സ്നേഹിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ്. നന്നായിട്ടൊന്ന് ചിന്തിച്ചാൽ മാതാപിതാക്കളെ തെളിഞ്ഞു വരും. നിങ്ങളേറെ സ്നേഹിച്ച നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ടോ? പലപ്പോഴും നിങ്ങൾ ഗുണമില്ല, കഴിവില്ലാത്തവരാണ്, ഇവരൊന്നും ഇനി എന്താകും എന്ന് ചിന്തിച്ച പല മക്കളുമല്ലേ നിങ്ങളെ നോക്കുന്നത്, മാതാപിതാക്കൾ നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിത വഴികളിൽ ഒരിക്കലും മക്കളെ നിങ്ങൾ മുൻവിധിയോടുകൂടെ നോക്കി അവരെ നിങ്ങൾ പക്ഷപാതപരമായി കാണരുത്. അവരെ സ്നേഹിക്കുക, അവർക്ക് കൊടുക്കേണ്ട പരിഗണനയും സ്നേഹവും വാത്സല്യവും കൊടുക്കുക. ദൈവത്തിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് മക്കളെ വളർത്തി വലുതാക്കുക. അങ്ങനെ ചെയ്താൽ ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജോബിനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ജോലിക്കും അവൻ്റെ സമ്പത്തിനും ചുറ്റും ദൈവം ഒരു സംരക്ഷണ വേലി ഒരുക്കിയെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. കുടുംബങ്ങളിൽ പരസ്പരം പക്ഷപാതപരമായി വേർതിരിവോടുകൂടെ കാണാതിരിക്കുക. സ്നേഹം വർദ്ധിക്കട്ടെ, കുടുംബത്തിൽ അഭിഷേകം വർദ്ധിക്കട്ടെ. റബേക്ക ചെയ്ത അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സമൃദ്ധമായ സംരക്ഷണ വേലി വീണ്ടും നമ്മുടെ കുടുംബങ്ങളിൽ പണിയപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.